രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസമാണോ ഭരണഘടനയ്ക്ക് മേലെ എന്ന രീതിയിലുള്ള ചർച്ച നടക്കുന്ന ഒരവസരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും അങ്ങേയറ്റം ഏകോപിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും സമുന്നതമായ ഒരു നിയമപുസ്തകമാണ്. ആ സമ്പൂർണമായ ആ നിയമപുസ്തകത്തിൻ്റെ കീഴിൽ, ആ ഭരണഘടനയുടെ കീഴിലാണ് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭരണഘടനയും അതിൻ്റെ സുപ്രീം അതോറിറ്റിക്കും കേടുപാടുകൾ വരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യത്തിന് തന്നെ കേടുപാടുകൾ വരിക എന്ന അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ രാജ്യത്ത് നിരവധി ജാതികൾ, മതങ്ങൾ, പ്രദേശങ്ങൾ, വിശ്വാസങ്ങൾ എല്ലാം ആചരിക്കുന്നവർക്ക് നിരവധി വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. പക്ഷേ ആ വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം നമ്മുടെ രാജ്യത്തിനകത്ത് ഈ ഭരണഘടനയ്ക്ക് കീഴിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് കീഴിലുള്ള അതോറിറ്റി കീഴിലാണ് നമ്മളെല്ലാവരും ആ വിശ്വാസങ്ങൾ ഇന്ന് വെച്ച് പുലർത്തുന്നത്. കാരണം നമുക്കറിയാം, ഏറ്റവും അധികം ബഹുസ്വരതയുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരു വിഭാഗം ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ പല മതക്കാരുണ്ട്. പല മതക്കാരും അവരുടേതായ വിശ്വാസം എന്ന് പറയുമ്പോൾ ജൈന മതക്കാർക്ക് നമുക്കറിയാം, അവർക്ക് ദിഗംബരന്മാർക്ക് വസ്ത്രമേ ധരിക്കാതെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത്. അവരുടെ വിശ്വാസം അതാണ്. അതേപോലെ കുറേ ആളുകൾക്ക് ഇഷ്ടം പോലെ കല്യാണം കഴിക്കാനും ആ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അതവരുടെ മതപരമായ വിശ്വാസമാണെന്നാണ് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് കീഴിൽ നമ്മുടെ രാജ്യത്തിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നോട്ട് പോക്ക് ഒരിക്കലും നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് സാധ്യമല്ല. ബഹുസ്വരമായ പല മതങ്ങൾക്കും പല വിശ്വാസങ്ങളുണ്ടെങ്കിലും ആ വിശ്വാസങ്ങൾക്കെല്ലാം മേലെ രാജ്യത്തെ ഒന്നിപ്പിച്ച് നിർത്താൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അങ്ങേയറ്റം പങ്കുവഹിക്കുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ചില ആളുകളുടെ വിശ്വാസം, ഇത്രയും കാലം രാജ്യസ്നേഹവും രാജ്യത്തിൻ്റെ അഭിമാനവും എല്ലാം വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ രാജ്യസ്നേഹികളായിരിക്കുന്ന ആളുകളുടെ നാവുകളിൽ നിന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളികൾ ഈ ഭരണഘടന തന്നെ വേണ്ട, ഈ ഭരണഘടന തന്നെ കത്തിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പം ഭരണഘടന തന്നെ കത്തിക്കുക, ഭരണഘടന കത്തിച്ചാലും നമ്മളെ മതപരമായ വിശ്വാസം, നമ്മുടെ ദൈവങ്ങളിലുള്ള വിശ്വാസം, നമ്മുടെ ജാതിയിലുള്ള വിശ്വാസം, നമ്മുടെ പ്രദേശത്തുള്ളവരുടെ വിശ്വാസം, ആ വിശ്വാസത്തിനാണ് ഏറ്റവും അധികം മുൻതൂക്കം. നിങ്ങളുടെ നിയമത്തിന് ഇവിടെ വിലയില്ല എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ത്യയിൽ ഇന്ന് അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അഭിപ്രായങ്ങളും ചിന്താഗതിയുള്ള ആളുകളുടെ തമ്മിൽ ഒരു സംവാദം നടത്തേണ്ടതായി വന്നിട്ടുള്ളത്. നിരവധി പരിപാടികൾ നമ്മുടെ പ്രദേശത്തിനകത്ത് പല രീതിയിലുള്ള കാര്യങ്ങളും ചർച്ചകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഇപ്പോൾ നാട്ടിൽ നടന്നു കഴിഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഊന്നിക്കൊണ്ടിരിക്കുന്ന വിഷയം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയങ്ങളും വിഷയ അവതാരണങ്ങളുമാണ് നമ്മൾ ഏറ്റവും അധികം ഈ ചർച്ചയിൽ നമ്മൾ ഈ കാണുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഞായറാഴ്ച വൈകുന്നേരങ്ങളിലെല്ലാം ആളുകളൊന്ന് ഇരുന്ന് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇന്ന് വലിയധികം പ്രയാസമുള്ള സമയങ്ങളാണ്. എന്നിരുന്നാലും ഈ വിഷയത്തിൻ്റെ എല്ലാം പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും നെടുമ്പ്രം ജനകീയ വായനശാല ആദ്യമേ സ്വാഗതം പറയുന്നു. പിന്നീട് ഈ പരിപാടിയിൽ നമ്മുടെ വിഷയം അവതരിപ്പിച്ച് ഇവിടെ സംസാരിക്കുന്നത് ശ്രീ വി ഉദയൻ മാസ്റ്ററാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ സംവാദത്തിൻ്റെ മോഡറേറ്ററായി പ്രവർത്തിക്കുന്നത് പാലത്തായി രാമചന്ദ്രനാണ്. ഈ രണ്ടുപേർക്കും ഞാൻ സ്വാഗതം പറയും. പിന്നീട് നമ്മളെ ഈ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ഒന്ന് അഡ്വക്കേറ്റ് കെ സത്യനാണ്. തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഞങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിന് സ്വാഗതം പറയും. രണ്ടാമതായി സംസാരിക്കുന്നത് കെ പി ദാമോദരൻ മാസ്റ്ററാണ്. NSSൻ്റെ തലശ്ശേരി താലൂക്ക് ഭരണസമിതി അംഗമായ ദാമോദരൻ മാസ്റ്റർ നമ്മളെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന ദാമോദരൻ മാസ്റ്റർക്കും
വായനശാലയുടെ അഗൈതമായ നന്ദിയും സ്വാഗതവും രേഖപ്പെടുത്തും. പിന്നീട് സംസാരിക്കുന്നത് ശ്രീമതി AP സാവിത്രി ആണ്. ഒരുപക്ഷെ നമുക്ക് വലിയ പരിചയം ശ്രോതാക്കൾക്ക് ഉണ്ടാവില്ല. നമ്മളടുത്ത പ്രദേശത്ത് ഇടയിൽപ്പെടുകയിലുള്ള പ്രധാനപ്പെട്ട വനിതയാണ്. അവരുടേതായ രീതിയിൽ നമ്മുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. പിന്നീട് ദിനേശൻ പൊയിലൂരാണ്. ദിനേശൻ പൊയിലൂരാണ്. യുക്തിവാദി സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. ആ ദിനേശൻ പൊയിലൂരിനും വായനശാല കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറയും. പിന്നീട് നമ്മുടെ നെടുമ്പ്രം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയായിരിക്കുന്ന ഹരീന്ദ്രനാഥാണ് സംസാരിക്കുന്നത്. അദ്ദേഹവും കൃത്യസമയത്തിനോട് എത്തിച്ചേരുകയും സംസാരിക്കാൻ വേണ്ടിയുള്ള ക്ഷണം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിനും വായനശാല കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി അനിത VK പള്ളൂരാണ്. അധ്യാപികയാണ്. നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ടീച്ചറാണ്. ആ ടീച്ചറെയും ഞാൻ വായനശാല കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ശ്രോതാക്കൾക്ക് ഈ കാര്യങ്ങളിലെല്ലാമുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ആ ശ്രോതാക്കൾ ഈ കാര്യങ്ങളിലെല്ലാം അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സംവാദത്തെ ഒന്ന് ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി മോഡറേറ്ററായി പാൽത്തായി രാമേന്ദ്രൻ അവരുടെ ബഹുമാന പുരസ്കാരം ക്ഷണിക്കുകയാണ്. നേരിട്ട് സംവാദത്തിലേക്ക് കടക്കുകയാണ്. ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉദയമാർ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു സംവാദത്തിൽ വിഷയം അവതരിപ്പിക്കാൻ 25 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ സമയ നിഷ്ഠയിൽ ഒതുങ്ങിയിട്ട് അവതരിപ്പിക്കൽ സാഹസമാണ്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നൽകാനൊക്കെ അത് ലംഘിക്കാനും പറ്റില്ല. അതോടൊപ്പം സ്വാഭാവികമായും സംവാദത്തിൽ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾക്ക് വിഷയം അവതരിപ്പിച്ചയാൾ സമാധാനം കൊടുക്കണം. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ല. കാരണം എനിക്കറിയില്ല. എല്ലാവരും പഠിക്കേണ്ടതൊന്നുമല്ല ഭരണഘടന. അതിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അത് ഭരണഘടനാ വിദഗ്ധർ, അതുപോലെ തന്നെ ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ആളുകൾ, ഇവരൊക്കെയാണ് പഠിക്കേണ്ടത്. നമ്മളെപ്പോഴെങ്കിലും റെഫറൻസിന് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അപ്പം അങ്ങനെ ഒരു പോരായ്മ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ സമ്മതിക്കുകയാണ്. ഞാനിതിൽ നിന്ന് തടി രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചാണ്. അജീന്ദ്രൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കണിഞ്ഞുപോയത്. അപ്പോൾ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ ഭരണഘടന, ആചാരം, ആരാധന തുടങ്ങിയ വിഷയങ്ങൾ ഒരു 1.5 മാസക്കാലത്തോളമായി കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുന്നത്. 2006 ആണ് ചില ആളുകൾ കോടതിയെ സമീപിക്കുന്നത്. യങ് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ, ഇതൊക്കെ നേരത്തെ തന്നെ ഒരുപാട് വിശദീകരിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവരാണ് പോകുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഇന്നേ വകുപ്പ് ഉറപ്പ് നൽകുന്നതാണ്. കോടതി അത് പരിശോധിച്ച് അനുവദിക്കണം.
അന്നു മുതൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയാണ്. കോടതിയിൽ ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ ഈ വിഷയങ്ങളിൽ താൽപ്പര്യമുള്ള വ്യക്തികളും സംഘടനകളുമെല്ലാം ഇതിൽ കക്ഷിയേരുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും കേരളത്തിൽ നിന്ന് ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, NSS, പന്തളം രാജകുടുംബം, പിന്നെ അയ്യപ്പ സേവാ സംഘങ്ങൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ. അപ്പോൾ ഇവരൊക്കെ നേരിട്ട് പോയിട്ട് വാദം ഉന്നയിക്കുകയല്ല ചെയ്തത്. സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരെ വാദിക്കാൻ വേണ്ടി നിയമിച്ചുകൊണ്ട് ആണ് അവിടെ വാദം നടന്നത്. ആ വാദം പുരോഗമിക്കുന്നതിനിടക്കാണ് 2017 ആകുമ്പോഴേക്ക് ഗൗരവമായ ഭരണഘടനാ വിഷയങ്ങൾ ഈ പ്രശ്നത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കേസ് ഭരണഘടനാ ബെഞ്ചിന് കൈമാറുന്നത്. 5 അംഗങ്ങളുള്ള ഒരു ബെഞ്ചാണ്. അതുവരെയും ഒരു സാധാരണ പരാതിയായി പരിഗണിക്കപ്പെട്ടിരുന്ന ഈ വിഷയം 2017 ഭരണഘടനാ ബെഞ്ചിന് കൈമാറിയതോടുകൂടി ഭരണഘടനയെ അടിസ്ഥാനമാക്കി ഈ വിഷയം പരിശോധിക്കപ്പെടാൻ തുടങ്ങി. ഭരണഘടനയുടെ 25ാമത് അനുച്ഛേദം തുല്യനീതിയും ലിംഗനീതിയും ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത് കോടതി പരിശോധിച്ചിട്ടുണ്ട്. അനുച്ഛേദം 17 അയിത്തം നിരോധിക്കുന്ന ഒന്നാണ്. നമുക്കിത് രണ്ടേ വേണ്ടും. ഭരണഘടനയുടെ ഈ 2 വകുപ്പുകളെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ 5 അംഗ ബെഞ്ചും ഈ കേസിൽ 2018 സെപ്റ്റംബർ 28 ആകുമ്പോഴേക്ക് വിധി പറയുകയാണ്. 4 പേര് വിവേചനമില്ലാതെ സ്ത്രീ പ്രവേശനം ശബരിമലയിലാകാം, അതിന് തടസ്സമുണ്ടായിരുന്ന കേരളത്തിലെ 1965 ഒരു ആക്ടിലെ 3B റദ്ദ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ബെഞ്ചിലെ ഒരംഗം ഇന്ദു മൽഹോത്ര അവര് എതിരഭിപ്രായമുള്ള ഒരു ന്യൂനപക്ഷ വിധിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതാണ് പ്രധാനം എന്ന രീതിയിലാണ് അവർ തൻ്റെ വിധിന്യായത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യം പല ഘട്ടങ്ങളിലും വെല്ലുവിളി നേരിട്ടിട്ടുണ്ടെങ്കിലും അപകടമില്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇന്ത്യയുടെ പരിപാവനമായ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് പൊതു അഭിപ്രായം. ന്യൂനപക്ഷത്തിൻ്റെ അഭിപ്രായം അത് അഭിപ്രായമായി നിലനിൽക്കുമെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് കൈക്കൊള്ളുക. അത് നിയമസഭയിലായാലും പാർലമെൻറ്റിലായാലും ഏതെങ്കിലും സംഘടനകളുടെ കമ്മിറ്റികളിലായാലും പൊതുവെ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനം ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി 2018 സെപ്റ്റംബർ മാസം 28
ഒരു ന്യൂനപക്ഷ വിധി ന്യായമുണ്ടെങ്കിൽ പോലും 4 അംഗങ്ങളുടെ ഭൂരിപക്ഷ വിധി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ ദർശനം അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവാണ് പുറത്തിറക്കിയത്. ഇനി ഇതിനിടക്ക് ഈ വിധി വന്നതിന് ശേഷം ഈ കോടതി വിധി ഇവിടെ നടപ്പിലായി കഴിഞ്ഞു. വിധി വന്നത് സെപ്റ്റംബർ 28-നാണ്. ഒക്ടോബർ മാസം 28-ാം തീയതി KP ശശികല ശബരിമലയിൽ ദർശനം നടത്തിയതോടുകൂടി സുപ്രീം കോടതിയുടെ വിധി നടപ്പിലായി കഴിഞ്ഞു. KP ശശികല മിനിയാന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. അതിൻ്റെ പേരിലാണ് ഇന്നലെ നേരം പുലർന്നു വരുമ്പോൾ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കപ്പെടുന്നതും അയ്യപ്പ ഭക്തരുൾപ്പെടെ ബന്ദികളാക്കപ്പെടുന്നതും റോഡുകളിൽ ഉൾപ്പെടെ. ശശികലക്ക് അവരുടെ ജനനരേഖകൾ പ്രകാരം 50 വയസ്സ് പൂർത്തിയാകുന്നത് 2018 നവംബർ മാസം 4-ാം തീയതിയാണ്. അപ്പൊ അതിനു മുമ്പ് ഒക്ടോബർ മാസം 28-ാം തീയതി അവർ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി നടപ്പിലായി കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ആചാരങ്ങൾ അഭംഗുരമായി തുടരണമെന്ന് വാദിച്ചുകൊണ്ട് പ്രക്ഷോഭരംഗത്തുള്ള ഒരാളാണ് ഇവര്. അവരാണ് ആചാരം ലംഘിച്ചുകൊണ്ട്, അവരുടെ അഭിപ്രായത്തിൽ ആചാര ലംഘനമാണ് 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീ അവിടെ പ്രവേശിച്ചാൽ. 10 വയസ്സിന് മുകളിലും 50 വയസ്സിന് താഴെയുമുള്ള ഒരു സ്ത്രീ അവിടെ പ്രവേശിച്ചാൽ അവരുടെ അഭിപ്രായത്തിൽ അത് ആചാര ലംഘനമാണ്. പക്ഷെ അവർ തന്നെ അങ്ങനെയുള്ള ഒരാളാണ്, അവർ പോയിട്ട് ആചാരം ലംഘിച്ചു. BJPയുടെയും RSSന്റെയും ഒരു നേതാവ് ആചാരം ലംഘിച്ചത് സംബന്ധിച്ച് നേരത്തെ വിവാദമായി കഴിഞ്ഞാണ്. വത്സൻ തില്ലങ്കേരി 18-ാം പടിയുമായി ബന്ധപ്പെട്ടൊരു ആചാരം പുതിയ ഒന്നും കൂടി വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് എനിക്കറിയില്ല. പുലയോ വാലായ്മയോ എന്താണ്, എത്രയാണ് അതിൻ്റെ പീരീഡ് എന്ന് എനിക്കറിയില്ല. K. സുരേന്ദ്രൻ ഇന്ന് നാഷണൽ ഹൈവേ തടയുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് സംബന്ധിച്ച് എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം ആചാരം ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പലരും പറയുന്നു അദ്ദേഹം ആചാരം ലംഘിച്ചിട്ടുണ്ട് എന്നാണ്. ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ കോടതി വിധി അവിടെ നടപ്പിലായി കഴിഞ്ഞു. ശശികല അവിടെ പ്രവേശിച്ചതോടുകൂടി ആ കോടതി വിധി അവർ തന്നെ നടപ്പിലാക്കി കൊടുത്തു. ഇനി എല്ലാവർക്കും പോകുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവേണ്ടതില്ല. ഇനി 2006 ഈ കേസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? – 1991 കേരള ഹൈക്കോടതിയുടെ വിധി. മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതിയുടെ പ്രധാനപ്പെട്ട കാരണം അവിടെ VIP-കൾക്ക് പ്രത്യേക പരിഗണന അനുവദിക്കുന്നു, ശബരിമലയിൽ VIP-കൾക്ക് ദർശനത്തിന് പ്രത്യേക പരിഗണന അനുവദിക്കുന്നു എന്നതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ചന്ദ്രലേഖ കുടുംബസമേതം അവിടെ ദർശനം നടത്തുകയും അവരുടെ പേരക്കുട്ടിക്ക് അവിടുന്ന് ചോറൂണ് എന്ന് പറയുന്ന ചടങ്ങ് നടത്തുകയും ചെയ്തു. ഇതാണ് ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. അതിനുവേണ്ടി VIP പരിഗണന അവർക്ക് കൊടുക്കപ്പെട്ടു. ദേവസ്വം ബോർഡ് കമ്മീഷണറാണ്, സ്വാഭാവികമായിട്ടും ആ ഒരു പരിഗണന കിട്ടിയിട്ടുണ്ടാകും. അതോടൊപ്പം അദ്ദേഹം ചില കാര്യങ്ങളും കൂടി ചൂണ്ടിക്കാണിച്ചു. 1965 ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഹിന്ദു ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആക്റ്റാണ്.
2 വകുപ്പാണ് അതിനുള്ളത്, 3ഉം 4ഉം. 3B എന്ന് പറഞ്ഞിട്ടൊരു ഉപവകുപ്പും ഉണ്ട്. 3-ാം വകുപ്പ് പറയുന്നത് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നതിന് ഒരു വിവേചനവും പാടില്ല എന്നാണ്. എന്നാൽ 3B വകുപ്പ് 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീ പ്രവേശനത്തെ തടയുന്ന രീതിയിലുള്ള നിർദ്ദേശം അടങ്ങിയതാണ്. അതിലും സ്ത്രീകളുടെ ആർത്തവം എന്ന വിഷയം ആ ആക്റ്റിലും പറയുന്നില്ല കേട്ടോ. അതിപ്പം ഉയർത്തപ്പെട്ടൊരു വിഷയമാണ്, പുതുതായി ഉയർത്തപ്പെട്ടൊരു വിഷയമാണ്. അപ്പം 3B പ്രവേശനം നിഷേധിക്കുന്നതാണ്. എന്നാൽ 3ഉം 4ഉം വകുപ്പുകൾ ഒരു വിവേചനവും പാടില്ല. ജൈവശാസ്ത്രപരമായോ ലിംഗപരമായോ മറ്റേതെങ്കിലും കാരണങ്ങളാൽ വിവേചനം അനുവദിക്കുന്നതല്ല 3, 4 വകുപ്പുകൾ. 3B എന്നാൽ അതിന് വിരുദ്ധമായ ഒന്നാണ്. ഇത് ചൂണ്ടിക്കാണിച്ചു, 3B ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി 1991 ശബരിമലയിൽ 10 വയസ്സിനും 50 വയസ്സിനും മധ്യ പ്രായമുള്ള സ്ത്രീകൾ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള വിധി രേഖപ്പെടുത്തിയത്. അന്നു മുതൽ ഇന്നുവരെയും അത് പാലിക്കപ്പെടുന്നുണ്ട്. ഇന്നുവരെ എന്ന് പറഞ്ഞാൽ ശശികല പ്രവേശിക്കുന്നത് വരെയും 2018 ഒക്ടോബർ 28 വരെയും. അതിനുശേഷം അത് പാലിക്കപ്പെടുന്നുണ്ടെന്ന് ആർക്കും ഇനി അവകാശപ്പെടാൻ കഴിയില്ല. അപ്പോൾ ആ വകുപ്പ് വെച്ചുകൊണ്ട്, ആ ആക്റ്റിലെ 3B വകുപ്പ് വെച്ചുകൊണ്ട് ശബരിമലയിൽ പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾ പ്രവേശിക്കുന്നത് തടഞ്ഞു. അത് ആചാരവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ തടഞ്ഞത്. പക്ഷെ അതൊന്നും ഇവിടെ ഈ ആക്റ്റിൽ പറയുന്നില്ല. ഇനി സുപ്രീം കോടതി ഇപ്പോൾ വിധി പറഞ്ഞപ്പോൾ ഈ 3 വകുപ്പുകൾ, 3 വകുപ്പെന്ന് പറയാൻ കഴിയില്ല, 3, 4 വകുപ്പും 3B എന്ന ഉപവകുപ്പും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3, 4 വകുപ്പുകൾക്ക് വിരുദ്ധമാണ് 3B. അതുകൊണ്ട് അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല. സുപ്രീം കോടതി പ്രത്യേകം പറയുകയാണ്, ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രാധാന്യം അവഗണിച്ചുകൊണ്ടല്ല, അതിനേക്കാളൊക്കെ പ്രധാനമായി ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്തം കോടതിക്കുണ്ട്. അതുകൊണ്ട് ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മേലെയാണ് ഇന്ത്യയുടെ ഭരണഘടന. പ്രക്ഷോഭരംഗത്ത് ഇപ്പോൾ കുറേ ആളുണ്ട്. ഞാൻ അവരുടെ പ്രക്ഷോഭം നടത്താനുള്ള അവകാശത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്താണ് കാരണം പ്രക്ഷോഭത്തിൻ്റെ? കോടതി വിധിയാണോ? ഭരണഘടനയാണോ? എന്താ കാരണം? കോടതി വിധി സുപ്രീം കോടതിയുടെ വിധിയാണ്. ഭരണഘടന ഉണ്ടാക്കിയത് അതിനുവേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഒരു സംഘമാണ് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള. അത് ഭരണഘടനാ അസംബ്ലി തലനാരിഴ കീറി പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത്, ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ചർച്ച ചെയ്ത് 1950 അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഭരണഘടനയാണോ പ്രശ്നം? സുപ്രീം കോടതിയാണോ പ്രശ്നം? ഇതേക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്താണ് പറയുന്നത്? കേരള സർക്കാരാണ് ഇതിന് ഉത്തരവാദി. അതിൻ്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. 2006
തൃപ്തി ദേശായി ഉൾപ്പെടുന്ന സംഘം ഈ പരാതി കൊടുത്ത ഉടനെ ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കേരള സർക്കാർ ഓടിപ്പോയി കൊടുത്ത സത്യവാങ്മൂലമല്ല അത്. സ്വാഭാവികമായും പൊതുവിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നങ്ങൾ കോടതി മുമ്പാകെ വരുമ്പോൾ അത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് അഭിപ്രായം ചോദിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന വിഷയമാണെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം ചോദിക്കും. അങ്ങനെ ചോദിച്ചു സുപ്രീം കോടതി. അപ്പോഴാണ് സത്യവാങ്മൂലം കൊടുക്കുന്നത്. അതിൽ പറയുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തുല്യ അവകാശമുണ്ട്. അതുകൊണ്ട് വിവേചനമില്ലാതെ ശബരിമലയിൽ ദർശനം നടത്താൻ സ്ത്രീകളെ അനുവദിക്കണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ഇന്ത്യയുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നതും കേന്ദ്രം ഭരിക്കുന്നതും. ഭരണഘടനയുടെ വകുപ്പുകൾ പറയുന്നത് തുല്യനീതി, ലിംഗനീതി, ഇതാണ്. അങ്ങനെ ഇരിക്കെ ഒരു സർക്കാരിന് ഭരണഘടനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത സർക്കാരുണ്ട്. ഒരു അഫിഡവിറ്റ് കൊടുക്കാം. അതിൽ പറഞ്ഞ ഒരു കാര്യം, വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്ത്രീകൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട കുറേ ചരിത്രങ്ങളൊക്കെ അതൊക്കെ കോടതി പരിശോധിച്ചിട്ടുണ്ട്. 1939 തിരുവിതാംകൂർ രാജകുടുംബം മഹാറാണി പാർവതിബായി തമ്പുരാട്ടി ഉൾപ്പെടെ അവിടെ ദർശനം നടത്തിയത്. അവർക്കന്ന് 37 വയസ്സാണ്. അന്നാരും ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചില്ല. അന്ന് ഐഡൻറ്റിറ്റി കാർഡ് ഇല്ല. 50 ആളെ ഞാൻ കണ്ടു എന്നുള്ള വീരവാദമൊന്നും ആരും അന്ന് മുഴക്കിയിട്ടില്ല. 37 വയസ്സാണ് അവർക്ക്. അത് സംബന്ധിച്ച് നിങ്ങൾ നെറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വിവരം കിട്ടും. ഞാൻ 3 വർഷം മുമ്പേ എടുത്തിട്ടുള്ള ഒരു വിവരത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നീട് ചന്ദ്രലേഖ പോയത് സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു. മഴ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം 1986 ഒരു തമിഴ് സിനിമയുടെ ഗാനരംഗം ഈ 18-ാം പടിയിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്. ഇപ്പോഴും ഉണ്ട്. ആരും ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ചരിത്രമെല്ലാം സർക്കാരും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും ഇത് ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഹിന്ദുമത ആചാര്യന്മാരുമായും അഴിമതിരഹിതരും സമൂഹത്തിൽ അംഗീകാരമുള്ളവരുമായ സാമൂഹ്യ പ്രവർത്തകരുമായ ഒക്കെയുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ച് കോടതിക്ക് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളാവുന്നതാണ്. ഇതെല്ലാം കോടതി കേട്ടിനി. പറഞ്ഞ ആളുടെ അഭിപ്രായങ്ങളെല്ലാം. കോടതി കാര്യങ്ങൾ അന്വേഷിക്കാൻ സ്വന്തം നിലക്ക് അമിക്കസ് ക്യൂറിമാരെ നിയമിച്ചിട്ടുണ്ട്. കേരള സർക്കാർ കൊടുത്ത അഫിഡവിറ്റിനെ അടിസ്ഥാനമാക്കിയല്ല വിധി വരുന്നത്. 12 വർഷക്കാലം നീണ്ടു നിന്ന നിരവധി നടപടികളുടെ ഏറ്റവും ഒടുവിലാണ് വിധി വരുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ചില അമിക്കസ് ക്യൂറിമാർ നിലവിലുള്ള ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന രീതിയിൽ കോടതിയെ അറിയിച്ചവരുണ്ട്. അതോടൊപ്പം ഭരണഘടനയെ പിന്തുടരണമെന്ന് വാദിച്ച അമിക്കസ് ക്യൂറിമാരുമുണ്ട്. ഇതെല്ലാം പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്.
അതിനുശേഷം വന്ന വിധിയിൽ എങ്ങനെയാണ് കേരള ഗവൺമെന്റ് പ്രതിയാവുന്നത്? ഈ അഫിഡവിറ്റ് കൊടുത്തതെന്തോ മഹാപാതകം എന്നുള്ള നിലക്കാണ് കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്നത്. അഫിഡവിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ മാത്രം അടിസ്ഥാനമാക്കി നടത്തിയിട്ടുള്ള ഒരു വിധി പ്രസ്താവനമല്ല ഇത്. പകരം അതും പരിശോധിച്ചു, അതോടൊപ്പം ഉയർന്നു വന്ന എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു, അവസാനം ഭരണഘടനയെടുത്ത് മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും മേലെയാണ് ഇന്ത്യൻ ഭരണഘടന, പരിപാവനമായി ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. കോടതിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് അസന്നിഗ്ധമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ വിധി രേഖപ്പെടുത്തുന്നത്. ആചാരം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം എന്ന അഭിപ്രായം ഒരുപക്ഷെ തുടക്കത്തിൽ ഈ പ്രക്ഷോഭത്തോട് മാനസികമായി യോജിപ്പുള്ള ആളുകളിൽ പോലും ഉണ്ടോ? ഇപ്പോഴും ആ പ്രക്ഷോഭത്തിൽ നേരത്തെ 91 മുതൽ 2018 വരെ സാങ്കേതികമായി നിലവിലുണ്ടായിരുന്ന ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് യഥാർത്ഥ ഭക്തി ഉള്ളിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ പ്രക്ഷോഭത്തിലുണ്ട്. പക്ഷെ ആദ്യഘട്ടത്തിൽ ഇതിനിറങ്ങിപ്പുറപ്പെട്ട പലരും ഇതിൻ്റെ രാഷ്ട്രീയ അജണ്ട തിരിച്ചറിഞ്ഞതോടുകൂടി പുറകോട്ട് പോയിട്ടുണ്ട്. കേരളത്തിലെ സാമുദായിക സംഘടനകളും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളുമെല്ലാം കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ളവരാണ്. വ്യക്തിപരമായ സംഭാവന നൽകിയവരുണ്ട്, അതുപോലെ തന്നെ സംഘടനയെ കൊണ്ട് ക്യാമ്പയിൻ നടത്തിയും പ്രക്ഷോഭം നടത്തിയും സമൂഹത്തിന് വലിയ സംഭാവന നൽകിയവരുണ്ട്. അതിലൊന്നാണ് NSS. 1924 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് നായർ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു ജാഥ നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹം വിജയിച്ചതിൻ്റെ പുറകിൽ മന്നത്തിൻ്റെ ഈ ജാഥക്കും വലിയ പങ്കുണ്ട്. കേരളത്തിലാകെ ആ സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് ഉയർന്നു വന്ന പൊതുജന വികാരത്തിന് വലിയ പങ്കുണ്ട്. ഗാന്ധിജിയുടെ ഇടപെടലിന് വലിയ പങ്കുണ്ട്. ആ സത്യാഗ്രഹത്തെ തുടർന്ന് വന്ന ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സമരം തുടങ്ങിയ ഒട്ടേറെ സമരങ്ങളെല്ലാം അതിലെല്ലാം NSS എന്ന് പറയുന്ന സംഘടന അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ NSS എടുത്തിട്ടുള്ള ഇപ്പോഴത്തെ നിലപാട്, അത്തരം നിലപാടെടുക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന ഒരു സംഘത്തിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ടോ എന്ന് NSS പരിശോധിക്കേണ്ടതുണ്ട്. സംഘടന എന്നുള്ള നിലക്ക് നിന്നിട്ടില്ല, പക്ഷേ NSSന്റെ ഒരുപാട് പ്രവർത്തകർ ഈ പ്രക്ഷോഭത്തിൽ അണിനിരന്നിട്ടുണ്ട്. അത് NSSന്റെ മൗനാനുവാദത്തോടെയാണോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ പ്രക്ഷോഭം നമ്മുടെ നാടിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവില്ല, അത് പുറകോട്ടേക്കാണ് കൊണ്ടുപോവുക. നമ്മൾ എവിടേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്? 1824 സതി നിയമം കൊണ്ട് നിരോധിച്ചൊരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. അടിമത്തം നിയമം കൊണ്ട് നിരോധിച്ചൊരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഇതൊക്കെ നിരോധിക്കുമ്പോൾ അത് നിലനിർത്തണമെന്ന് വാദിച്ച ആളുകൾ അന്നെന്താ പറഞ്ഞത്?
ഇത് ഞങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ജാതി അടിമത്തം ഞങ്ങളുടെ അവകാശമാണ്. 1884 അടിമത്തം നിരോധിച്ചത്. ജാതി അവകാശം ഞങ്ങളുടെ അവകാശമാണ്. ജാതി അടിമത്തം ഞങ്ങളുടെ അവകാശമാണ്. അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. സതി നിരോധിച്ചപ്പോഴും 1824 വലിയ പ്രക്ഷോഭം. സതി നിരോധനത്തിനെതിരായി ഉണ്ടായിരുന്നു. അന്ന് ബ്രാഹ്മണ വൈദിക സമൂഹം പറഞ്ഞതെന്താ? നിങ്ങൾ നിയമം കൊണ്ട് നിരോധിക്കുകയൊക്കെ ചെയ്താലും ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ സതി ആചരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതൊരു വീൺവാക്കായിട്ട് നമ്മൾ കണ്ടാൽ മതി. 1856 വിധവാ വിവാഹത്തിന് വേണ്ടി പ്രക്ഷോഭം നടന്നിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. ഒരു സ്ത്രീ വിധവയാക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിധവയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതാന്ത്യം വരെ അവര് വിധവയായി നിലനിൽക്കണമെന്നാണ് അതുവരെ ഉണ്ടായിരുന്ന ആചാരം. അത് നിന്നു 1856. പിന്നീടും ബ്രാഹ്മണ സമുദായത്തിൽ, നമ്പൂതിരി സമുദായത്തിൽ അത് നിലനിന്നു. പക്ഷെ അതിനെതിരായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആ സമുദായത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമായി നാടകങ്ങളുണ്ടായി, സാഹിത്യ സൃഷ്ടികളുണ്ടായി. മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ നോവലുകളിലൊന്നായ അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനം എഴുതിയിട്ടുള്ള, അത് പിന്നീട് ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. ഈ നമ്പൂതിരി സമുദായത്തിലെ വിധവകളുടെ വൈദവ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. 1891 ശിശുക്കളെ വിവാഹം ചെയ്യുന്നത് നിയമം കൊണ്ട് നിരോധിച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അന്ന് ആ നിയമത്തിൽ പറയുന്നത് എന്താണെന്നോ? 12 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് നിരോധിച്ചു എന്നാണ്. അപ്പോൾ അതിന് മുമ്പ് 12 വയസ്സിന് മുമ്പുള്ള പെൺകുട്ടികളെയും കല്യാണം കഴിച്ചിരുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അത് സ്ത്രീക്ക് 18 പുരുഷൻ 21 നമ്മുടെ രാജ്യത്തെ നിയമം പരിഷ്കരിച്ചു കഴിഞ്ഞു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നിട്ടുള്ള നാടാണിത്. ഉടനെ ഒന്നും അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. തിരുവിതാംകൂർ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച് അത് സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിച്ചതോടുകൂടി പിറ്റേന്ന് മുതൽ ആളുകൾക്ക് അമ്പലത്തിൽ പോകാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് എതിർപ്പുകൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ 1886 നമ്മുടെ നാട്ടിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് ബിംബാരാധനക്കുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. അത് ശ്രീനാരായണൻ കാരണമാണ്. 886 അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നത്. അത് തന്നെ ഒരു ആചാര ലംഘനമാണ്. കാരണം തന്ത്രിമാർക്ക് മാത്രമേ പ്രതിഷ്ഠ നടത്താൻ അധികാരമുള്ളൂ, ബിംബപ്രതിഷ്ഠ നടത്താൻ. തന്ത്രിയല്ലാത്ത ഒരു സാധാരണ ഈഴവ സമുദായത്തിൽ പിറന്ന ഒരു സന്യാസി ആണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിയത്. ആചാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ലംഘിക്കപ്പെടുന്ന ഒരുപാട് ആചാരങ്ങൾ ഇപ്പോഴും ഉണ്ട്. ശിവപ്രതിഷ്ഠ എങ്ങനെയുള്ളതാവണം നമുക്കറിയാം. ശിവലിംഗമാണ് പ്രതിഷ്ഠിക്കുക, അല്ലേ? അങ്ങനെയല്ലേ? അതിനപ്പുറം പൂർണ്ണാകാരത്തിലുള്ള ശിവനെ പ്രതിഷ്ഠിച്ചതായിട്ട് എൻ്റെ അറിവില്ല. വേറെ രൂപത്തിലൊക്കെ ഉണ്ട്, വേട്ടക്കൊരമുഖനൊക്കെ ആയിട്ട്. ബാംഗ്ലൂരിൽ, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, മാർബിളാണോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്നറിയില്ല, നല്ല വൈറ്റ് കളറിൽ ഒരു ശിവൻ, അതൊരു ക്ഷേത്രമായി മാറിയിട്ടുണ്ട്. ഒരു സ്വകാര്യ വ്യക്തിയുടേതാണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പോയിട്ടുള്ളവർ. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ അവിടെ സന്ദർശനം നടത്തുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിഷ്ഠ അവിടെ നടത്തിയത്? ആ ക്ഷേത്രം അവിടെ സ്ഥാപിക്കപ്പെട്ടത്? ഇവിടെ ഭരണഘടന നൽകുന്ന
ഒരു അവകാശം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആചാരത്തെ ചൂണ്ടിക്കാണിച്ച് പറ്റില്ല എന്ന് പറഞ്ഞോട്ടെ, അതിനവകാശമുണ്ട്. നാമജപം എന്ന ആരാധനയിൽ കൂടെ അതിനോട് പ്രതിഷേധിക്കാനും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നാം കാണുന്നത് അതിനപ്പുറം എന്തൊക്കെയാണ്, എന്താണെന്നറിയില്ല. നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ ഏകദേശം കൃത്യതയോടുകൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അടി കിട്ടുന്നത്. ഇന്നലെ അവർ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ പ്രവർത്തകയാണോ, മോഹനൻ മാഷ് ഒരു മകൻ്റെ ഭാര്യ ആണില്ലേ, ആക്രമിക്കപ്പെട്ടു, അവരും ഭർത്താവും. അത് മോഹനൻ മാഷ മകൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല, ഏഷ്യാനെറ്റ് ചാനലിൻ്റെ പ്രവർത്തക എന്നുള്ള നിലക്കാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. അപ്പൊ ഏറെക്കുറെ സത്യസന്ധമായി കാര്യങ്ങൾ മറച്ചുവെക്കാതെ പലപ്പോഴും ഭരിക്കുന്ന കക്ഷിയോട് വിധേയത്വം പുലർത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾ നിലപാടെടുക്കുക. ഇവിടെ ഭരിക്കുന്ന കക്ഷി സ്വീകരിക്കുന്ന നിലപാടിന് വിരുദ്ധമായി വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങൾ അത്രത്തോളം വരുന്നില്ല, നമ്മൾ കാണുന്നുണ്ട്. ഈ സമാധാനപരമായ പ്രതിഷേധം ആണോ കാണുന്നത്? ഒരു ആരാധനാ മൂർത്തിയെ, ആ മൂർത്തിയെക്കുറിച്ച് തന്നെ വിവിധ ചർച്ചകളുണ്ട്. ഹ്യുയാൻസാങ് ചൈനീസ് സഞ്ചാരിയാണ്. കേരളം സന്ദർശിച്ചപ്പോൾ മലേൻ്റെ പേര് അദ്ദേഹത്തിന് അറിയില്ല. ഈ പറയുന്ന മലയാണ്. അവിടെ ഒരു ബുദ്ധക്ഷേത്രമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് പല ആളുകളും ഈ പ്രതിഷ്ഠ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ ക്ഷേത്രങ്ങളിലെ വിവിധ ആചാരങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ശബരിമല ഒരു കാലത്ത് ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. ആ വാദത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അങ്ങനെ ഒരു വാദം ഉണ്ട് എന്ന് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഇതിൻ്റെ പുറകിൽ. ഭരണഘടന കത്തിക്കുക, ഭരണഘടന അംഗീകരിക്കാത്ത ഒരു വിഭാഗം ഇന്ത്യ രാജ്യത്തുണ്ട്. ഇത് ഇന്ത്യയിലെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണ് ഇന്ത്യൻ ഭരണഘടന. കാരണം ഭരണഘടനയുടെ പല വകുപ്പുകളും ആചാരപരമായ വിവേചനത്തിനും വിശ്വാസത്തിൻ്റെ പേരിലുള്ള വിവേചനത്തിനും എതിരായ വകുപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണ്, ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്ന ഒരു വിഭാഗം ഇന്ത്യ രാജ്യത്തുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭരണഘടന വേണ്ട എന്നാണ് നമ്മളാ പറയുന്നതിനർത്ഥം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതിയുടെ നിലപാടിന് വിരുദ്ധമായി നമ്മൾ നിൽക്കണമോ? പിന്നെ ഇന്ത്യ രാജ്യത്ത് നിയമവ്യവസ്ഥയില്ല, ആർക്കും എന്തും ചെയ്യാമെന്നുള്ള പഴയ ഫ്യൂഡൽ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ആ ഫ്യൂഡൽ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ടോ? ഇത് കേവലം വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും മാത്രം പ്രശ്നമായി കാണുന്നതിനപ്പുറം ഈ രാജ്യത്തിൻ്റെ ഐക്യം, നിലനിൽപ്പ്, ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ, ഇന്ത്യയുടെ നിയമവ്യവസ്ഥ, ഇതെല്ലാം ഇന്ത്യ രാജ്യത്ത് അഭംഗുരം നിലനിൽക്കേണ്ടതുണ്ടോ? അതല്ല, ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഫ്യൂഡൽ കൾച്ചറിലേക്ക് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകേണ്ടതുണ്ടോ? ഇതാണ് ഇതിൻ്റെ പുറകിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും മൗലികമായ ചോദ്യം. അജണ്ടയും ഇതുതന്നെയാണ്, ഫ്യൂഡൽ കൾച്ചറിലേക്ക് ഇന്ത്യ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്. തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾ പരാജയപ്പെടും. ഈ രാജ്യം ശിഥിലീകരിക്കപ്പെടും. അങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഐക്യവും രാജ്യത്തിൻ്റെ ഐക്യവും തകർന്ന് തരിപ്പണമാകാൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കോടതി, പരമോന്നത കോടതി കൊണ്ടുവന്നിട്ടുള്ള ഒരു വിധിയെ അടിസ്ഥാനമാക്കി ഒരു പ്രക്ഷോഭം നടന്ന് ആ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ നമ്മൾ അണിനിരന്നു കൊടുത്താൽ ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കേവലം വൈകാരികമായി കാണേണ്ട ഒരു വിഷയമല്ല, അതിനപ്പുറം ഏറെ ഗാഢമായി ചിന്തിക്കേണ്ട വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ പ്രതികരിക്കണം എന്ന് മാത്രമാണ്
വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാനുള്ളത്.